നടൻ ഷമ്മി തിലകൻ ആള് രസികനാണ്, ഒരല്പം സീരിയസ് ക്യാരക്ടർ കൂടിയാണ്. ഷമ്മി തിലകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എന്നെക്കാൾ മുന്നേ നിങ്ങൾ ഇത് വായിച്ച് അതിന്റെ വിമർശനം, സാമൂഹിക വിമർശനവും ഒക്കെ മനസ്സിലാക്കി കാണും. സാംസ്കാരിക കേരളമേ, നിങ്ങൾ ഉണരണമെങ്കിൽ ഇനിയും ഒരു കൊറിയർ വരണമോ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൺക്ലൂഷൻ. അദ്ദേഹത്തിന്റെ ഒരു ടാഗ് ലൈൻ പോലെ അത് നമുക്ക് എടുക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞ 25-ന് സർക്കാർ വിതരണം ചെയ്തു. 25-ന് അവാർഡ് വിതരണം ചെയ്തു. മമ്മൂട്ടി മികച്ച നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങി. ജെസി ഡാനിയൽ അവാർഡ് നടി ശാരദ ഏറ്റുവാങ്ങി. മറ്റ് അവാർഡ് ജേതാക്കളൊക്കെ അവാർഡൊക്കെ ഏറ്റുവാങ്ങി കടന്നുപോയി. അവാർഡ് കൊടുത്തവരും അവിടെ നിന്ന് മടങ്ങിപ്പോയി, അവാർഡ് സ്വീകരിച്ചവരും മടങ്ങിപ്പോയി. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പത്രവാർത്തകളും ഒക്കെ വന്നുപോയി. 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ക്ഷണക്കത്ത് ഷമ്മി തിലകന് ലഭിക്കുകയാണ്. ഷമ്മി തിലകന് ലഭിച്ചത് നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ഈ അവാർഡ് ദാന ചടങ്ങിൽ ഉണ്ടാകണമെന്നാണ് ആ കത്തിലെ ഉള്ളടക്കം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അയച്ച കത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഷമ്മി തിലകൻ ഈ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത ചലച്ചിത്ര അക്കാദമിയെ വിമർശിക്കുകയല്ല, ഇതൊരു ആർട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സറ്ററിക്കലായി പരിഹസിക്കുകയാണ് ചെയ്തത്. വിമർശനമല്ല, പരിഹസിക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം. അവിടെ നിന്ന് ഒരു കൊറിയർ അയച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേങ്കിൽ രാവിലെയാണ് അയക്കുന്നതെങ്കിൽ വൈകുന്നേരം തന്നെ കൊല്ലത്ത് എത്തും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതിവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ 25-ന്റെ അവാർഡിന് ക്ഷണക്കത്ത് അയക്കേണ്ടത് എപ്പോഴായിരിക്കണം? 23-നോ 22-നോ ഒക്കെ ക്ഷണക്കത്ത് അയച്ചാൽ പോലും ഷമ്മി തിലകന്റെ കയ്യിൽ അത് 25-ന് മുന്നേ ലഭിക്കും. തനിക്ക് ആ കത്ത് ലഭിച്ചു, തനിക്ക് വരാൻ കഴിയില്ലെന്നോ, വരാൻ കഴിയുമെങ്കിൽ എത്ര മണിക്ക് എത്തുമോ എന്നൊക്കെ അക്കാദമിയെ വിളിച്ച് പറയുക സ്വാഭാവികമാണ്. എന്നാൽ സിനി ആർട്ടിസ്റ്റ്, ഷമ്മി തിലകൻ സിനി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓല തയ്യാറാക്കി അയച്ചത് 27-നോ അല്ലെങ്കിൽ 26-നോ, 26 തിങ്കളാഴ്ചയോ, അല്ലെ തിങ്കളാഴ്ച അവധിയാണ്, റിപ്പബ്ലിക് ഡേ ആണ്, അതല്ലെങ്കിൽ 27-നായിരിക്കണം ഈ കത്ത് പോസ്റ്റ് ചെയ്യുക. കൊറിയർ സർവീസുകാർക്ക് കിട്ടുന്നത് അവർ കൊണ്ട് 29-ാം തീയതി വൈകുന്നേരം കൊണ്ട് ഈ സാധനം കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇയാള് സ്വാഭാവികമായും ഞെട്ടൽ രേഖപ്പെടും. ഞെട്ടാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്രമാത്രം അപഹാസ്യമായ നടപടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്വീകരിച്ചത് എന്നതാണ് ഇവിടുത്തെ വിമർശനത്തിന്റെ ആധാരമായി നിൽക്കുന്നത്. അത്രമാത്രം നിരുത്തരവാദപരമായ സമീപനമാണ് ചലച്ചിത്ര അക്കാദമി ഷമ്മി തിലകനോട് ചെയ്തത്. ഇനി ഷമ്മി തിലകന് മാത്രമാണോ ഇങ്ങനെ വൈകി ക്ഷണക്കത്ത് ലഭിച്ചത് എന്നറിയാൻ, ഇപ്പൊ ഞാനും നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു പക്ഷേ കുറച്ച് ആളുകൾ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അയ്യോ എനിക്കും വൈകിയാണല്ലോ കത്ത് വന്നതെന്ന് തോന്നാം. ഷമ്മി തിലകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ട് ചില ആളുകൾ അയ്യോ എനിക്കും കത്ത് വൈകിയാണ് വന്നതെന്ന് ഉറപ്പിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷമ്മി തിലകന് ഈ വൈകി കത്തയച്ചത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് മന്ത്രിയെ വിമർശിക്കുന്നില്ല, ചലച്ചിത്ര അക്കാദമിയിലെ ആളുകളെ വിമർശിക്കുന്നില്ല. അക്കാദമിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടി ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലായിരുന്നു. ഉത്തരവാദിത്വം അത്രമാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം സിന്ദാബാദാണ്, അല്ലാതെ ചലച്ചിത്ര അക്കാദമിയുടെ കാര്യമൊക്കെ രണ്ടാമത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മന്ത്രിയാണെങ്കിലോ നിരന്തരം വിവാദത്തിലുമാണ്. അക്കാദമിയുടെ കാര്യത്തിലൊക്കെ ആരാണ് ശ്രദ്ധ ഫലിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു എത്തും പിടിയും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാം നമ്മുടെ ആളുകൾ അവിടെയൊക്കെ ഉണ്ട് എന്നൊരു ധാരണയും വിശ്വാസവും സർക്കാരിനുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ് എടുത്തു വച്ചിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് കൂടി പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി സർക്കാർ കാണിക്കണം. അതാണ് ഈ ഷമ്മി തിലകൻ പറയുന്നത്. ഒരു നടനെ അല്ലെങ്കിൽ നടിയെ ക്ഷണിക്കുമ്പോൾ അത് 2 ദിവസം മുമ്പെങ്കിലും ക്ഷണക്കത്ത് കയ്യിൽ കിട്ടണമെങ്കിൽ അവർക്ക് യാത്ര പ്ലാൻ ചെയ്യാനൊക്കെ കഴിയുകയുള്ളൂ. ഏതായാലും വളരെ കുറുക്കി കൊള്ളുന്ന സാമൂഹിക വിമർശനമാണ് ഷമ്മി തിലകൻ അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് നല്ലൊരു അഭിവാദ്യം അർപ്പിക്കാതിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല. റെഡ് സല്യൂട്ട് തന്നെ ഷമ്മി തിലകന് കൊടുക്കണം.